വടകര ലോക്സഭാ മണ്ഡലത്തിൽ ഷാഫി പറമ്പിൽ വിജയിച്ചാൽ പ്രതീക്ഷയേറെയാണ് ബി.ജെ.പിക്ക്. ഷാഫിയുടെ ജയത്തോടെ ഉണ്ടാകാൻ പോകുന്ന പാലക്കാട് നിയമസഭാ ഉപതെരഞ്ഞെടുപ്പിൽ വിജയം നേടാനാകുമെന്ന ആത്മവിശ്വാസത്തിലാണ് ബി.ജെ.പി ക്യാമ്പ്. നേരിയ ഭൂരിപക്ഷത്തിൽ കൈവിട്ടുപോയ മണ്ഡലം ഷാഫി മാറിയാൽ നേടിയെടുക്കാനാകുമെന്നാണ് ബി.ജെ.പിയുടെ പ്രതീക്ഷ. ഷാഫി പറമ്പിലിന്റെ വടകരയിലെ സ്ഥാനാർത്ഥിത്വം ഏറെ സന്തോഷം നൽകിയത് ബി.ജെ.പി ക്യാമ്പിനാണ്. നിലവിൽ പാലക്കാട് എം.എൽ.എ ആയ ഷാഫി വടകരയിൽ വിജയിച്ചാൽ എം.എൽ.എ സ്ഥാനം രാജിവെക്കും. അതോടെ പാലക്കാട് നിയമസഭാ മണ്ഡലത്തിൽ ഉപതെരഞ്ഞെടുപ്പ് സംജാതമാവും. ഇത് തങ്ങൾക്ക് അനുകൂല സാഹചര്യത്തിന് വഴിയൊരുക്കുമെന്ന പ്രതീക്ഷയിലാണ് ബി.ജെ.പി. 2021 തെരഞ്ഞെടുപ്പിൽ മെട്രോമാൻ ഇ ശ്രീധരനായിരുന്നു ബി.ജെ.പിക്ക് വേണ്ടി മത്സരിച്ചിരുന്നത്. ശ്രീധരനേക്കാൾ വെറും 3859 വോട്ട് മാത്രം കൂടുതൽ നേടിയാണ് ഷാഫി പറമ്പിൽ വിജയിച്ചത്. ഷാഫി മാറിയാൽ പാലക്കാട് സ്ഥിതി ബി.ജെ.പിക്ക് പൂർണ്ണ അനുകൂലമാവുമെന്നാണ് വിലയിരുത്തൽ. എന്നാൽ ഇടതുപക്ഷത്തിന്റെ വോട്ട് കൂടി നേടിയാണ് ഷാഫി ജയിച്ചതെന്നും ഉപതെരഞ്ഞെടുപ്പുണ്ടായാൽ പാലക്കാട് ബി.ജെ.പി ഉറപ്പായും വിജയിക്കുമെന്നും ബി.ജെ.പി സംസ്ഥാന ജനറൽ സെക്രട്ടറിയും പാലക്കാട് ലോക്സഭാ മണ്ഡലം സ്ഥാനാർത്ഥിയുമായ സി കൃഷ്ണകുമാർ പറഞ്ഞു. പാലക്കാട് ഇ ശ്രീധരൻ സാറെ തോൽപ്പിക്കാനായിട്ട് കോൺഗ്രസും CPM-ഉം തമ്മിൽ നടത്തിയ രഹസ്യധാരണ അത് തെരഞ്ഞെടുപ്പിന് ശേഷം പരസ്യമായിരുന്നു. ശ്രീ AK ബാലനും MP രാജേഷും അടക്കമുള്ള ആളുകൾ പരസ്യമായിട്ട് പ്രസ്താവന ഇറക്കിയതാണ്. ഞങ്ങളുടെ വോട്ട് കൊണ്ടാണ് ശ്രീ ഷാഫി പറമ്പിൽ ഇ ശ്രീധരൻ സാറെ തോൽപ്പിച്ചതെന്ന് പരസ്യമായിട്ട് പ്രസ്താവന നടത്തിയതാണ് മാധ്യമങ്ങൾക്ക് മുന്നിൽ. ഇന്ന് ഇ ശ്രീധരൻ സാറിനെതിരായി വോട്ട് ചെയ്ത ആളുകൾ പോലും അതിനെക്കുറിച്ച് ആലോചിച്ച് ദുഃഖിക്കുന്നതാണ്. ഇവിടെ ബൈ ഇലക്ഷൻ വന്നാൽ 10,000-കണക്കിന് വോട്ടിന് NDAയുടെ സ്ഥാനാർത്ഥി പാലക്കാട് നിയമസഭാ മണ്ഡലത്തിൽ ജയിക്കുന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല. ഷാഫി വടകരയിലേക്ക് പോയത് കോൺഗ്രസ് BJP ഒത്തുകളിയുടെ ഭാഗമായാണെന്ന് മന്ത്രി MP രാജേഷ് കഴിഞ്ഞ ദിവസം ആരോപിച്ചിരുന്നു. വടകരയിലെ സ്ഥാനാർത്ഥിത്വത്തിൽ ഷാഫി ആദ്യഘട്ടത്തിൽ അതൃപ്തി രേഖപ്പെടുത്തുകയും ചെയ്തിരുന്നു. എന്തായാലും പാലക്കാട് കാത്തിരിക്കുന്നത് ആവേശകരമായ രാഷ്ട്രീയ മത്സരങ്ങൾക്ക് തന്നെയാണ്. ഗോകുൽ രമേശ്, അമൃത ന്യൂസ്, പാലക്കാട്.